നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചതി നടന്നിരിക്കുന്നത് തലസ്ഥാനത്താണ്. പാർട്ടിയിൽ പിണറായിക്കെതിരെ പടമുറുകുകയാണ്. എം.വി. ഗോവിന്ദൻ പോലും ഞെട്ടിയ നീക്കം. ഇ.പി. ജയരാജനെ ബി.ജെ.പി. പാളയത്തിലേക്ക് വിട്ടത് മറ്റാരുമല്ല, പിണറായി വിജയൻ തന്നെയാണെന്നാണ് കൂട്ടിക്കിഴിച്ച് ചർച്ച വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ബി.ജെ.പിയുടെ ഒരു അക്കൗണ്ട് ഉണ്ട്, അത് ഞങ്ങൾ പൂട്ടിക്കുമെന്നാണ്. എന്നാൽ ഇത്തവണ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ കളിച്ചത് ഇതേ പിണറായി വിജയൻ തന്നെയാണെന്ന വാദം മുറുകുകയാണ്. ഇതിനെ പിണറായി വിജയൻ എന്ത് പറഞ്ഞ് ഖണ്ഡിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. എല്ലാ കാലത്തും പിണറായി വിജയന്റെ കയ്യാളാണ് ഇ.പി. ജയരാജൻ. പിണറായി വിജയൻ അറിയാതെ ഇ.പി. ഒരടി മുന്നോട്ട് വെക്കില്ല. ജാവ്ദേക്കറും ഇ.പിയുമായുള്ള കൂടിക്കാഴ്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വോട്ട് മറിക്കാനായിരുന്നു എന്ന വികാരവും ഉയർന്നിരുന്നു. പാർട്ടിയിൽ വിഭാഗീയത കത്തി നിൽക്കുന്ന കാലത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അഡ്ഹോക് സെക്രട്ടറി ആയിരുന്ന ഇ.പി. ജയരാജന് ജില്ലയിലെ വ്യാപാര പ്രമുഖരുമായും സാമുദായിക നേതാക്കളുമായും പാർട്ടി നേതാക്കളും പ്രവർത്തകരുമായും അഭേദ്യമായ ബന്ധം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഇ.പിയെ ഉപയോഗിച്ച് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിനായി CPM 5000-ലേറെ ക്രോസ് വോട്ട് ചെയ്യാൻ നീക്കം നടത്തിയെന്നാണ് ആരോപണം. എന്നാൽ ഇത് നടന്നുവോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെങ്കിലും പോളിംഗ് കഴിഞ്ഞപ്പോൾ CPM സുരേഷ് ഗോപിക്കായി വോട്ട് മറിച്ചുവെന്ന് UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ ആരോപിച്ചിരുന്നു. എന്നാൽ തൃശൂരിലല്ല, കൃത്യമായ കളി നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. രാജീവ് ചന്ദ്രശേഖറുമായി വളരെ അടുത്ത ബന്ധമാണ് പിണറായി ഉൾപ്പെടെ പല CPM നേതാക്കൾക്കും. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നാണ് ആരോപണം. വീണയുടെ മാസപ്പടി ഡീലിനും ജയരാജന്റെ വൈദേഹം റിസോർട്ട് ഡീലിനുമായാണ് ചർച്ചകൾ നടന്നതെന്ന് സൂചനകൾ. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട് അത് ഇ.പിക്ക് ശരിക്കും കുരുക്കാകുന്നതാണ്. സംസ്ഥാന ബി.ജെ.പിയുടെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി LDF കൺവീനർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായ കണ്ണൂർ മൊറാഴയിലെ വൈദേഹം റിസോർട്ടിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെയാണെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ വർഷം മാർച്ച് 2-നായിരുന്നു ഇ.പിയുടെ ഭാര്യ ചെയർപേഴ്സണായുള്ള വൈദേഹം ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. മാർച്ച് 5-ന് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ.പി. കൂടിക്കാഴ്ച നടത്തി. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ ഇ.പി. ജയരാജന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നതിനിടെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും ജയരാജൻ ജാഥയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്ന ദിവസം ജനകീയ പ്രതിരോധ ജാഥ തൃശൂരിലായിരുന്നു. അന്ന് വരെ ജാഥയുടെ ഭാഗമാകാതിരുന്ന ഇ.പി. മാർച്ച് 4-ന് തൃശൂരിൽ ജാഥയുടെ ആദ്യ ദിവസത്തെ സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇ.പി. ജയരാജന്റെ കുടുംബത്തിന് ഉയർന്ന ഓഹരി പങ്കാളിത്തമുള്ളതുമായി ബന്ധപ്പെട്ട് റിസോർട്ടിനെ കുറിച്ച് CPM-നുള്ളിൽ പരാതി ഉയർന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ P. ജയരാജനായിരുന്നു വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ ഏപ്രിൽ 15-ന് ഒപ്പുവെച്ച കരാറിൽ റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ കീഴിലുള്ള നിരാമയ റിട്രീറ്റ്സിന് കൈമാറി. നടന്നിരിക്കുന്നത് വൻ കളികളാണ്. പാർട്ടിയെ സ്നേഹിച്ചവരെ എല്ലാം മണ്ടരാക്കിക്കൊണ്ടുള്ള കൈകൊടുക്കലാണ് നടന്നിരിക്കുന്നത്.